2002 ജൂലൈ 1 സ്വാമി ശാശ്വതികാനന്ദ ഈ ആലുവ പുഴയിൽ മുങ്ങി മരിച്ചത്. ആ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അന്ന് മുതലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ശാശ്വതികാനന്ദയെക്കുറിച്ച് നമുക്ക് ഓർത്തെടുത്താൽ എങ്ങനെ പറയാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ? അദ്ദേഹത്തിൻ്റെ മരണം അപകട മരണമായിരുന്നു എന്നാണ് പോലീസിൻ്റെ നിഗമനം. പക്ഷേ അതിൽ വെള്ളാപ്പള്ളി നടേശനെ കുരുക്കാനായിട്ട് കുറേ അധികം ശ്രമം നടന്നു. ഈ കേരളത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ രണ്ട് സർക്കാരുകളും മാറി മാറി പല ആവശ്യത്തിനും ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ചിലപ്പോൾ വലിയ പൊക്കി പറയും, ചിലപ്പോൾ വല്ലാതെ ഉപദ്രവിക്കും. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മൈക്രോ ഫിനാൻസ് കേസ്, അതും അദ്ദേഹത്തെ ഹരാസ് ചെയ്യാനുള്ള ഒരു ആയുധമായിട്ടാണ് സർക്കാർ ഉപയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എത്രയോ കാലമായിട്ട് അത് നടക്കുന്നു, എങ്ങും എത്തുന്നുമില്ല, എന്നാൽ കേസ് ഒട്ടും തീരുന്നുമില്ല. ഇപ്പോൾ ശാശ്വതികാനന്ദ അപകടത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു. ആലുവ പുഴയിലാണ് മുങ്ങി മരിച്ചു കഴിഞ്ഞപ്പോഴും ഇതുപോലെ വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ പുറകിൽ. അതിനൊരു ഉപോത്ബലകമായിട്ടൊരു കഥയൊക്കെ ഉണ്ടാക്കി. ശാശ്വതികാനന്ദയെ വർക്കലയിൽ നിന്ന് ആലുവയിലേക്ക് കൊണ്ടുവന്ന ഡ്രൈവർ, ആ ഡ്രൈവറെ വർക്കലയിൽ വെച്ച് ഒരു ദിവസം മുറിയിൽ നിന്ന് സ്വാമി ഇറക്കി വിട്ടു. ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. എന്തോ കാര്യത്തിന് ദേഷ്യം വന്നപ്പോൾ ഇറങ്ങിപ്പോടാ ഇവിടുന്ന് എന്ന് പറഞ്ഞു. ഡ്രൈവർ അപ്പുറത്തെങ്ങാണ്ട് പോയിട്ട് ചായക്കടയിലിരുന്നപ്പോൾ, ഞാൻ കാണിച്ചു തരാം സ്വാമിയെ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞു പോലും ചായക്കടക്കാരനോട്. ഇതൊക്കെ പൊങ്ങി വന്നു. അപ്പോൾ ആ ഡ്രൈവറാണ് അന്ന് സ്വാമിയെ ആലുവയിലെത്തിച്ചതെന്നും ആലുവയിലെത്തിച്ചതെന്നും അതുകൊണ്ട് അയാൾ വിരോധം തീർക്കാനായിട്ട് സ്വാമിയെ മുക്കിക്കൊന്ന് കാണും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളച്ച് ചുറ്റിയൊക്കെ ചുരുക്കി പറയും. എന്നിട്ട് ആ ഡ്രൈവറും പിന്നെ വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ബന്ധവും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു കഥയായി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും ഗുണം പിടിക്കാതെ പോകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ശുദ്ധമേ അപകട മരണമായിരുന്നു. അദ്ദേഹം കുളിക്കാനായിട്ട് പോയി. ആലുവാപ്പുഴ പലപ്പോഴും ഈ കരുതി കുളിച്ചില്ലെങ്കിൽ അത് മതി മുങ്ങി മരിക്കാൻ. പല സ്ഥലത്തും അനാവശ്യമായ കുഴികളും ആഴങ്ങളും ഒക്കെ ഉണ്ട് ആലുവാപ്പുഴയ്ക്ക്. അപ്പം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനകത്ത് പെടുകയും ഒഴുകിപ്പോവുകയും കരയ്ക്ക് കയറാൻ പറ്റാതെ ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയല്ല, ശാശ്വതാനന്ദ സ്വാമി നല്ലൊരു നീന്തൽക്കാരനായിരുന്നു ഒക്കെ. ശരിയാണ്, ഈ നീന്തൽക്കാരെല്ലാം തന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോയി ആ പ്രശ്നം. വേണമെങ്കിൽ വീണ്ടും അത് കുത്തിപ്പൊക്കി ഒരു കേസ് പുനരന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായിയുടെ അടുത്ത് പോലീസ് ഇരിക്കുകയല്ലേ, വേണമെങ്കിൽ അതൊക്കെ ചെയ്തു എന്നൊക്കെ വരാം ഒരാവശ്യത്തിന്. അത് പലരും അത് ഉപയോഗിച്ചു. അച്യുതാനന്ദനാണ് മാക്സിമം ഉപയോഗിച്ചത്. അപ്പോൾ ഉപയോഗിച്ച് അത് തീർന്നു, തേഞ്ഞുപോയി ആ കത്തി. എന്നാലും വേണമെങ്കിൽ ഒരു റൗണ്ട് കൂടെ അത് ഓടിക്കാനുള്ള സ്കോപ്പുണ്ട്. അന്ന് കേട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജൂൺ 30 തിരുവനന്തപുരത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന സുഹൃത്തിനെ കാണാൻ ഈ സ്വാമി പോയിരുന്നു. ശാശ്വതികാനന്ദ അവിടെ നിന്ന് ട്രെയിനിൽ ആലുവയ്ക്ക് വരാനാണ് തീരുമാനിച്ചത്. പക്ഷേ അവിടുന്ന് ഒരു മാരുതി 800 കാറിലാണ് ഇവിടേക്ക് വന്നത്. വന്നു കഴിഞ്ഞിട്ട് ഈ കുളിക്കാനായിട്ട് ഇറങ്ങുന്നു. കടലിൽ പോലും നീന്തി പരിചയമുള്ള സ്വാമി അവിടെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. അതിന് പിന്നിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കഥകളാണോ സത്യമാണോ അറിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു സംശയം നമുക്ക് തോന്നില്ല. ട്രെയിനിൽ പോകേണ്ട ആളെങ്കിൽ എന്തിനാ കാറി വന്നേ? അല്ല, ഇങ്ങനെ ഒരുപാട് യാദൃച്ഛികതകൾ കൂട്ടിക്കെട്ടി ദുരൂഹതകൾ ആരോപിച്ച് നമുക്ക് ആൾക്കാരെ സംശയത്തിൻ്റെ നിഴലിലാക്കാൻ പറ്റും. ഓരോ അപകട മരണവും അത് കൊലപാതകമാണെന്ന് നമുക്ക് വാദിക്കാൻ പറ്റും. ഏത് അപകട മരണം വേണമെങ്കിലും സുനിജി എന്നോട് പറയാൻ ഞാനതൊരു കൊലപാതകമാക്കാനുള്ള കഥകളുണ്ടാക്കി ഒരു സംശയം സൃഷ്ടിക്കുക, അത്രയല്ലേ വേണ്ടുള്ളൂ. കൊലപാതകമാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തെളിവുണ്ട്, ഇത് വെച്ചിട്ട് ഇന്ന കാരണങ്ങളുണ്ട്, ഇന്ന ആളാണ് കൊന്നതെന്നൊക്കെ പറയണം. അതല്ല, മരണത്തിന് പിന്നിൽ ദുരൂഹത, ഇതാണല്ലോ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്ക്, ദുരൂഹത, ഗൂഢാലോചന, ഇതൊക്കെ മലയാളികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന വാക്കുകളാണ്. ഇപ്പോൾ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ശരി, ദുരൂഹതയുണ്ട്, എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. വെറുതെ ദുരർത്ഥം വെച്ച് ഊഹിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ല. ശാശ്വതാനന്ദ സ്വാമി പലരുടെയും
ടാർഗറ്റ് ലിസ്റ്റിലായിരുന്നു. അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം ഈ PDPയുമായിട്ട് കൂട്ടുചേർന്നു. അദ്ദേഹം ശിവഗിരി കേസ് തോറ്റു. പ്രകാശാനന്ദ സ്വാമിയുടെ പാനലാണ് ജയിച്ചത്. അത് ആറ്റിങ്ങൽ ജില്ലാ കോടതി ശരിവെച്ചു. ഭരണമാറ്റം വേണമെന്ന് പറഞ്ഞു. അത് ശാശ്വതാനന്ദയ്ക്ക് സമ്മതമായിരുന്നില്ല. അത് സംഘർഷത്തിൽ കലാശിച്ചു. ആദ്യമായിട്ട് ശിവഗിരിയിൽ സന്യാസിമാർ തമ്മിൽ കൈകൾ കൊണ്ട് ഏറ്റുമുട്ടി. കൈകളും വിറക് കൊള്ളിയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന സ്ഥിതി വന്നു. അവിടുന്ന് ശാശ്വതാനന്ദ സ്വാമിയുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞു തുടങ്ങി. പ്രകാശാനന്ദ സ്വാമി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരം അനുഷ്ഠിച്ചു. നിരാഹാരം വളരെ ഗൗരവമായ കാര്യമായി രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ടിട്ടും സ്വാമി സമ്മതിച്ചില്ല. ഒടുവിൽ മാതാമൃതാനന്ദമയി ആവശ്യപ്പെട്ടപ്പോഴാണ് പ്രകാശാനന്ദ സ്വാമി ഇത് നിരാഹാരം അവസാനിപ്പിച്ചത്. മാതാമൃതാനന്ദമയി പറഞ്ഞു, സന്യാസിമാർക്ക് യോജിച്ച ഒരു പ്രവൃത്തിയല്ല അങ്ങ് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരം അതൊക്കെ സന്യാസിമാരെ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമല്ല. ഭരണസമിതി മാറുക എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്. കോടതി വിധി നടപ്പാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. അങ്ങ് ഏതായാലും ഈ കാര്യത്തിൽ ഇങ്ങനൊരു നിലപാടെടുക്കരുത്. അങ്ങനെ അവരുടെ അഡ്വൈസ് കൊണ്ടാണ് പ്രകാശാനന്ദ സ്വാമി നിരാഹാരം അവസാനിപ്പിക്കുന്നത്. ആൻ്റണി എന്നാൽ ഇത് കോടതി ഉത്തരവ് നടപ്പാക്കണമല്ല. അപ്പോൾ ഭരണം പ്രകാശാനന്ദയ്ക്ക് മാറ്റാനായിട്ട് ആൻ്റണി ശ്രമിച്ചു. പോലീസ് വന്നു. അപ്പോൾ അന്ന് ശാശ്വതാനന്ദ സ്വാമി മദനിയുടെ സഹായം സ്വീകരിച്ചു. അന്ന് കേരള കൗമുദി ശാശ്വതാനന്ദ സ്വാമിയുടെ കൂടെയാണ്. മദനിയെ വാനോളം പുകഴ്ത്തി കേരള കൗമുദി റിപ്പോർട്ടിംഗ് നടത്തി. ആദ്യമായി മദനിയുടെ വാക്കുകൾ കൊണ്ട് ശിവഗിരി കുന്നുകൾ പുളകമണിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേരള കൗമുദി എഴുതി വിട്ടു. വാസ്തവത്തിൽ ശിവഗിരിയിൽ കാലുകുത്താൻ അർഹതയില്ലാത്ത മദനിയെ ക്ഷണിച്ചുകൊണ്ട് ശിവഗിരിയിൽ കൊണ്ടുവരികയായിരുന്നു. ശിവഗിരിയിലെ പോലീസ് ആക്ഷൻ അവിടെ വെച്ച് തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഹർത്താൽ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ വെച്ചു. ഒരു IAS കാരൻ ശാർങ്ങധരൻ, പിന്നെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ഈ രണ്ടുപേരെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. കൃഷ്ണയ്യർ പറഞ്ഞു, ഞാനില്ല, എന്നോട് ആലോചിച്ചിട്ടല്ല ഉത്തരവിറക്കിയത്, പക്ഷേ ആലോചിച്ചില്ല എന്നുള്ള കുറ്റം കൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്, എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണയ്യരില്ലാതെ പിന്നെ ഒരു മെമ്പറുള്ളത് സുകുമാർ അഴീക്കോടാണ്. ഇപ്പോൾ സുകുമാർ അഴീക്കോടിന് അതിൽ ചില്ലറ താല്പര്യം ഉണ്ടായിരുന്നു, അല്പം സ്ഥാനമാനങ്ങളൊക്കെ വേണമെന്നുള്ളത്. അങ്ങനെ സുകുമാർ അഴീക്കോട് ശാർങ്ങധരനുമായിട്ട് ആ കമ്മിറ്റി നിലവിൽ വന്നു. അന്നാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞത്, ഈ സ്വാമിമാരിൽ പലരും ബാച്ചിലേഴ്സാണ്, പക്ഷേ ബ്രഹ്മചാരികളല്ല. ബാച്ചിലേഴ്സിന് മാത്രമേ ശിവഗിരി സന്യാസിയാവാൻ പറ്റുള്ളൂ. ആ ഒറ്റ കാരണം കൊണ്ട് കല്യാണം കഴിക്കാതെ തുടരുന്നേ ഉള്ളൂ, അതർവൈസ് എല്ലാ സുഖസൗകര്യങ്ങളും അവരനുഭവിക്കുന്നുണ്ടെന്നൊക്കെ സുകുമാർ അഴീക്കോട് പറഞ്ഞു. അത് വലിയ വിവാദമൊക്കെ ആയി. അപ്പം ഇതിൻ്റെയൊക്കെ നടുനായകത്വം വഹിച്ചിരുന്നത് ശാശ്വതാനന്ദ സ്വാമിയായിരുന്നു. ശാശ്വതാനന്ദ സ്വാമികൾ എന്ന ഒരു സിംഗിൾ പോയിൻറ്റിലാണ് ആ കംപ്ലീറ്റ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് മെല്ലെ ഇറ്റ് ഡൈ ഡൗൺ. മദനിയുടെ പാട്ടിന് പോയി, വേറെ കേസിൽപ്പെട്ടു, കോയമ്പത്തൂർ സ്ഫോടന കേസിൽപ്പെട്ടു, അങ്ങനെയൊക്കെ പോയി. ശാശ്വതാനന്ദ സ്വാമി ഇങ്ങനെ നിർഭാഗ്യവശാൽ അപകടമരണത്തിൽപ്പെടുകയും ചെയ്തു. ഞാനിപ്പോഴും അത് അപകടമരണമാണ് എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം മറ്റ് രീതിയിൽ വ്യക്തമായ യാതൊരു തെളിവുമില്ല, ആരോപണം പോലുമില്ല. പിന്നെ വെറുതെ ഇങ്ങനെ ട്രെയിനിന് വരേണ്ട ആൾ കാറിന് വന്ന് എന്താണെന്നൊക്കെ ചോദിച്ച് നമുക്ക് ഒരു കഥയുണ്ടാക്കാം എന്നുള്ളതല്ലാതെ അതിൽ കാര്യമൊന്നുമില്ല. ശാശ്വതാനന്ദ സ്വാമിയുമായിട്ട് പേഴ്സണലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വളരെ സ്കോളർലി ആയ മനുഷ്യനാണ്. സംസാരിക്കാനുള്ള ഒരു വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ട്. താൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് മറ്റൊരാൾക്ക് തോന്നുന്ന രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യും. അതിനുള്ള സാമർഥ്യമുള്ള ആളാണ്.
നല്ല കോൺവെർസേഷണലിസ്റ്റാണ്. ശാശ്വതാനന്ദ സ്വാമിയുടെ കൂടെ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ ട്രെയിനിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശാശ്വതാനന്ദ സ്വാമിയുടെ ഭക്തനായിട്ട് മാറും. അതാണ് അദ്ദേഹത്തിൻ്റെ സാമർഥ്യം. അത് ഒരുപാട് അദ്ദേഹത്തിന് അത് ഗുണമുണ്ടായി ആ വാക്സാമർഥ്യം കൊണ്ട്. ബട്ട് നിർഭാഗ്യകരമായ ഒരു അന്ത്യവും ഉണ്ടായി. ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ രത്നം ചുരുക്കം. ഈ ശാശ്വതീകാനന്ദ സ്വാമിക്ക് ഒരു ഗുണ്ടയുടെ മുഖമുണ്ടായിരുന്നു. ഒരു വശത്ത് സന്യാസിയാണെങ്കിലും മറു സൈഡിൽ ഇങ്ങനെയായിരുന്നു എന്ന് മറ്റൊരു ആരോപണമാണ്. കൂടാതെ ഈ പറയുന്ന ശിവഗിരിയുടെ മഠാധിപതിയൊക്കെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ സന്യാസി ദീക്ഷ സ്വീകരിച്ചവർ അധികാരത്തിന് വേണ്ടി അങ്ങനെ തർക്കം ഉണ്ടാക്കുന്നത് ശരിയാണോ? അത് മുതലെടുക്കാനായിട്ട് ഈ ശിവഗിരി മഠത്തിലേക്കൊക്കെ ചെരുപ്പൂരിട്ടിട്ടാണല്ലോ ആളുകൾ കയറുക. പക്ഷേ അവിടെ ബൂട്ടിട്ട പോലീസ് കയറി, ആൻ്റണിയുടെ പോലീസ് കയറി പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ ഈ അവിടെ കുളം കലക്കാനായിട്ട് അന്ന് സർക്കാരും ശ്രമിച്ചിരുന്നോ? ഈ എവിടെയെങ്കിലും കുളം കുഴി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സർക്കാരും അതിൻ്റെ കൂടെ ചേരും. സർക്കാരിന് താല്പര്യങ്ങളും ഉണ്ടല്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ കുളം കുഴിക്കുന്നു എന്നാൽ പിന്നെ ഞാനും കൂടെ ചേർന്ന് അങ്ങ് കുഴിക്കാമെന്ന് വിചാരിക്കും. ബേസിക്കലി സിനിജി നേരത്തെ പറഞ്ഞതാണ് ഇതിൻ്റെ സത്യം. ഈ സന്യാസിമാരെ എല്ലാം ത്യജിച്ചവരല്ലേ, അവർ പിന്നെ ഈ സ്വത്തിൻ്റെ തർക്കത്തിന് വഴക്കിന് നിൽക്കരുത്. അത് വിട്ടുകൊടുത്തേക്ക്. ശരി, വേണ്ട, ഇയാളുടെ ആണോ, ശരി അയക്കൂ, അത് വിടുക. അപ്പോൾ അതാണ് ഈ നടരാജഗുരു ഒക്കെ ചെയ്ത ഇതാണ്. ഇതുപോലത്തെ ചില്ലറ ചൊറിച്ചിലൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അവരിറങ്ങി അങ്ങ് പോകും. എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ചട്ടമ്പി സ്വാമികൾക്ക് ആശ്രമമേ ഉണ്ടായിരുന്നില്ല. ഈ ആശ്രമം ഒരു ബാധ്യതയാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു മാതൃക നമ്മളുടെ മൊറാരി ബാപ്പുവാണ്. രാമകഥ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ഉത്തരഭാരതത്തിലുണ്ട്. അദ്ദേഹത്തിന് ഒരു ആശ്രമമില്ല, വീടില്ല. ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോകും. ആരുടെ വീട്ടിലാണോ സ്ഥല സൗകര്യമുള്ളത് അവിടെ കിടക്കും. ഒരു ലക്ഷറിയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അദ്ദേഹത്തിന് ആശ്രമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പരസ്യം ചെയ്യാനും കാശ് പിരിക്കാനും ഒക്കെ തുടങ്ങി. പുള്ളി പരസ്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഒരാശ്രമവും ഇല്ല, എനിക്കൊരു കെട്ടിടം വേണ്ട, എൻ്റെ ഈ ചെറിയ ശരീരം എവിടെയെങ്കിലും രാത്രി ഒന്ന് നിർത്തണം, അതിനുള്ള സ്ഥലം മാത്രം അത് ആരെങ്കിലും തരും എല്ലാ ദിവസവും രാത്രി. ഇന്നുവരെ ആരും നിഷേധിച്ചിട്ടൊന്നുമില്ല. ചെല്ലുന്നിടത്ത് സ്വർഗരാജ്യം പോലെ ഞാൻ കിടന്നുറങ്ങണം. എനിക്ക് ആശ്രമമില്ല, അതിൻ്റെ പേരിൽ ആരും കാശ് മുടക്കരുത്, ഞാൻ മാല പൂജിച്ചു കൊടുക്കുന്നില്ല, ലോക്കറ്റ് പൂജിച്ചു കൊടുക്കുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതാണ് സന്യാസി. എന്നാൽ അദ്ദേഹം കാവിധാരിയല്ല. താൻ വെള്ളമുണ്ടും ഒരു വെള്ള ബനിയനെന്നോ ഷർട്ടെന്നോ പറയാൻ പറ്റാത്തൊരു സാധനം, അതും തോളത്തൊരു കറുത്ത ഷോള്. ഇതാണ് മൊരാരി ബാപ്പു. ഇപ്പോൾ സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും എല്ലാം ത്യജിച്ചവനായിരിക്കണം. ഇത് എല്ലാമൊന്നും ത്യജിക്കാൻ സാധിക്കാറില്ല. അപ്പോൾ പിന്നെ കേസായി കുന്തമായി. എന്തായാലും ഈ ശ്രീനാരായണീയരെ മുഴുവൻ ഒന്നിപ്പിക്കാൻ അല്ല അങ്ങനെ കൊണ്ടുപോകാൻ ഈ ശാശ്വതീകാനന്ദ സ്വാമിക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു മികവ് കൂടെ അദ്ദേഹത്തിനില്ലേ? ഉണ്ട്. അതിപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞിരുന്നു. പ്രകാശാനന്ദ സ്വാമിക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ആളുകളെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സംഘടനാ പാഠവും മാത്രമാണ്. സന്യാസിക്ക് വാസ്തവത്തിൽ സംഘടനാ പാഠവും ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ നാരായണ ഗുരുവിൻ്റെ കൃതികളിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാവും. ഒരു പ്രത്യേക സ്ഥലത്തെത്തിക്കഴിയുമ്പോൾ നാരായണ ഗുരു പിന്നെ എല്ലാത്തിനെയും തള്ളിപ്പറഞ്ഞിട്ട് ശുദ്ധ സന്യാസത്തിലേക്ക് തിരികെയാണ്. സമാജത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സംഘടന അത് ഇത് SNDP ഉണ്ടാക്കിയതും പൽപ്പമാണ്, നാരായണ ഗുരുവല്ല. നാരായണ ഗുരു ഒരു ഉപദേശകൻ എന്നുള്ള മട്ടിൽ നിന്നു. പിന്നീട് അതിൻ്റെ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നാരായണ ഗുരു പിന്മാറി. സകല സംഘടനാ പ്രവർത്തനങ്ങൾ അതിൽ നിന്നൊക്കെ പിന്മാറി. അതാണ് യഥാർത്ഥ സന്യാസം. ഇത് ഈ കുഴപ്പം ഉണ്ടാകുമെന്നറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ചട്ടമ്പി സ്വാമി ഒരാശ്രമവും ഉണ്ടാക്കിയില്ല, ഒന്നും ചെയ്തില്ല. പുള്ളി വന്നു, ദൗത്യം നിറവേറ്റി പോയി. ഇതാ ഇന്നടുത്ത് ചട്ടമ്പി സ്വാമി എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രത്യേക സ്ഥലം, ഒരു പ്രത്യേക ആശ്രമം, പിന്നെ പന്മന ആശ്രമം എന്നൊക്കെ പറയുന്നു. കാര്യമൊക്കെ ശരി. അവിടെ എനിക്ക് തോന്നുന്നു അദ്ദേഹം സമാധിയായത് അവിടെയാണെന്ന് തോന്നുന്നു. സംതിങ് അങ്ങനെ ആയതാണ്. അല്ലാതെ അദ്ദേഹം
സ്വത്തായിട്ട് സമ്പാദിച്ച് കൊണ്ടു നടക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. ഈ രണ്ടുപേരെയും നോക്കുക, നാരായണ ഗുരുവിനെയും ചട്ടമ്പിസ്വാമിയെയും, രണ്ടുപേരും സർക്കാരിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടി കൈനീട്ടിയവരല്ല. ഒരാവശ്യത്തിനും അവർ സർക്കാരിനടുത്ത് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ശിവഗിരി മഠത്തിൽ സർക്കാർ ഇടപെടുന്നു, ശിവഗിരി മഠം സർക്കാരുമായിട്ട് സംസാരിക്കുന്നു. ഇത് ഇടക്കാലത്ത് തുടങ്ങിയതാണ് ഈ സർക്കാരുമായിട്ടുള്ള ഏർപ്പാട്. പന്മനയ്ക്കും ഉണ്ടിത്. പന്മനയും സർക്കാരുമായിട്ട് ഇന്ന് സർക്കാരിൻ്റെ സഹായം വേണം, ഇവിടെ കോമ്പൗണ്ട് വാൾ കെട്ടണം, അത് വേണം, ഇത് വേണം. ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൽ നിന്ന് ചട്ടമ്പിസ്വാമി സ്മാരകം എന്നുള്ള വകുപ്പിൽപ്പെടുത്തിയിട്ട് ട്രഷറി അക്കൗണ്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഈ പരിപാടിയുണ്ടല്ലോ, ഇതിനൊക്കെ സന്യാസിമാർ പോകുന്നു. പോയി കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസത്തിൻ്റെ ആ റിയൽ സ്വഭാവം നഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു. പണത്തിൻ്റെയോ സ്വത്തിൻ്റെയോ ഒക്കെ പിന്നാലെ ഇങ്ങനെ ചെയ്യാൻ ഇത് ചെയ്യിക്കേണ്ടത് ഗൃഹസ്ഥന്മാരെ കൊണ്ടാണ്. അവരൊരു കമ്മിറ്റി ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങളെന്താണെന്ന് വെച്ചാൽ നടത്തിക്കോ, എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഈ ആശ്രമം ഇല്ലെങ്കിലും ഞാൻ എവിടെയെങ്കിലും എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഈ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രവൃത്തിയല്ല സന്യാസിയുടെ മാർഗം, നിവൃത്തിയാണ്. ഒന്നും വേണ്ട എന്ന് വയ്ക്കലാണ്. പ്രവർത്തിച്ച് മുന്നേറുക, അങ്ങനെ സന്യാസി അങ്ങനെയല്ല. സന്യാസി നിവൃത്തിയിലേക്ക് ഓരോ പ്രവൃത്തിയായിട്ട് ഉപേക്ഷിച്ച് മോക്ഷത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളാണ് സന്യാസി. ആ ബേസിക് സന്യാസത്തിന് കുറവ് വരും ഇങ്ങനത്തെ ഏർപ്പാടിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ പോകാത്തവർ ശുദ്ധ സന്യാസികളായിട്ട് തീർന്നു. അങ്ങനെ പോയവരും സക്സസ്ഫുള്ളായില്ലെന്ന് ചോദിച്ചാൽ അതൊരു വലിയ കുറവൊന്നുമല്ല. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു, ഒരു സമ്പ്രദായം ഉണ്ടാക്കി, ഒരു ആശ്രമം ഉണ്ടാക്കി, ഒക്കെ ചെയ്തു. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ അത് സന്യാസത്തിൻ്റെ വഴിയാണെന്ന് പറയാൻ പറ്റുമോ? 100%. അതും പറ്റില്ല. അപ്പം ഇതിൻ്റെ ഒരു ബാലൻസിൽ എത്തിക്കാൻ പറ്റണം. അല്ലെങ്കിൽ എക്സ്ട്രീമിലേക്ക് നിങ്ങൾ ഫ്രീ. അതാണ് ചട്ടമ്പിസ്വാമി. ഇത് ബാലൻസിൽ നിർത്തിയ ആളാണ് നാരായണ ഗുരു. ഇത് ഇപ്പുറത്തേക്ക് വീണുപോയ ആൾക്കാരാണ് ബാക്കി സന്യാസിമാർ. അവരും കുറഞ്ഞവരൊന്നുമല്ല. ബട്ട് സന്യാസത്തിൻ്റെ ഒരു ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അവർ സന്യാസപാതയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് എന്ന് വിചാരിക്കണം. എന്തായാലും 22 വർഷമായി സ്വാമി ശാശ്വതികാനന്ദ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട്. അപ്പോൾ ചില ദുരൂഹതകൾ അവിടെ നിൽക്കും. എന്നാലും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ഓർക്കാൻ കഴിഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ അതൊക്കെ ഒന്ന് പറയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.